എല്ലാവരും ചോദിക്കണം നീ എപ്പോഴും മലപ്പുറത്ത് തന്നെയാണെന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ആഘോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കണ്ടേ? അപ്പം നമ്മളിന്ന് കാണാൻ കയറിയിട്ട് ഈ സാധനത്തിലാണ്. ഇതെന്ത് പണ്ടാളും നൂലിറങ്ങേണ്ടാണ് ഞാൻ അതിനകത്തോട്ട് കയറിയത്. കയറുമ്പോൾ തന്നെ ഒരു ഡിനോസർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എല്ലാവരും എൻ്റെ താടിക്കിട്ട് തട്ടിക്കൊണ്ടിരിക്കണം. ആർക്കും ഇതിനൊരു പേടിയില്ല. എന്നിട്ട് നമ്മൾ ആ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അകത്തോട്ട് കയറിയപ്പോൾ കളകളാരും മുഴക്കുന്ന കുറെ കിളികളും അടിച്ച് ഫിറ്റായ പോലെ കിടക്കുന്ന കുറച്ച് പാമ്പും ഒരു താല്പര്യമില്ലാത്ത ഒരു ഇഗ്വാന ഉണ്ടായിരുന്നു. ജവാൻ അടിക്കാത്ത പാമ്പ് ഏതെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി നേരെ അടുത്തൊരു പാമ്പിനെയാണ് കയ്യിലോട്ടുന്നത്. നമ്മുടെ ഏലാമ്പിക്കാണെങ്കിൽ ഇതിനൊന്നിനും പേടിയില്ല. ഇത് കഴുത്തിലിട്ട വില ഭംഗിയായിരിക്കുന്നത് നമ്മുടെ പെണ്ണുമ്പിള്ള പറഞ്ഞു. അപ്പോൾ ഒത്തിരിയാണ് കഴുത്തിലിട്ട് കടിച്ച് അവതരം വിചാരിച്ചിട്ട് പറഞ്ഞാലും അറിയില്ല. എന്തായാലും സംഭവം സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ റോബോട്ടിക് സെക്ഷനിലേക്കാണ് ഞങ്ങൾ വരും. റോബോട്ടാണ് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ആരാൻ അറിയാൻ പാടില്ല. എന്തായാലും റോബോട്ട് തല പോലെയാണ് പെൺമനോട് ആദ്യം കൈ കൊടുക്കുള്ളൂ. ഇങ്ങനെ പേടിക്കലടാ. അവള് മൈൻഡ് ചെയ്യാത്ത കാര്യം നോക്കിയപ്പോൾ അതിനൊരു വിഷമാണോ വെച്ചിട്ട് ഞാനായിട്ട് ഒരു സെൽഫി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഏലാമ്പിനെ കാണാണ്ട് പോയി നോക്കിയപ്പോൾ ഏലാമ്പി ഈ റോബോട്ടിക്കിൻ്റെ അടുത്ത് കൈസർ പൊട്ടിയെടുത്ത് കുഴയുന്ന പോലെ സിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം മത്സ്യത്തിൻ്റെ ഒരു ഉമ്മയും കൊടുത്ത് തിരിച്ചു മേടിച്ച് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് കരയിൽ ജീവിക്കുന്ന എൻ്റെ ഭാര്യയായിട്ട് തിരിച്ചു പോകുന്നു.